നമസ്കാരം. കമ്മ്യൂണിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ പ്രമുഖ മലയാളി ചാരിറ്റി സംഘടനയായ കെവിൻ കളത്തിൽ ഫൗണ്ടേഷന് യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ അംഗീകാരവും അനുമോദനവും ലഭിക്കുകയുണ്ടായി. 112ാമത് കോൺഗ്രസ് സെഷനിൽ ന്യൂയോർക്ക് കോൺഗ്രസ്മാൻ ഗാരി ആക്കർമാൻ കോൺഗ്രസ് മുൻപാകെ കെവിൻ ഫൗണ്ടേഷന്റെ ലക്ഷ്യം, പ്രവർത്തനം, ഫൗണ്ടേഷൻ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ എന്നിവയെ അഭിനന്ദിച്ച് പ്രമേയം അവതരിപ്പിച്ച് US കോൺഗ്രസിന്റെ അംഗീകാരം നേടി. ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ബെവിൻ ഫൗണ്ടേഷന് ലഭിച്ചിരിക്കുന്നത്. 28ാം വയസ്സിൽ ക്യാൻസർ രോഗം മൂലം മരിച്ച ബെവിന്റെ സുഹൃത്തുക്കളും സഹപാഠികളും ചേർന്ന് രൂപം നൽകിയതാണ് ഈ ഫൗണ്ടേഷൻ. അമേരിക്ക സന്ദർശിച്ച വിദേശകാര്യ സഹമന്ത്രി അഹമ്മദിന് ന്യൂയോർക്ക് കോൺസുലേറ്റിൽ വെച്ച് സ്വീകരണം നൽകി. ഈ ചടങ്ങിൽ അമേരിക്കയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കോൺസുലർ ജനറൽ പ്രഭുദയാൽ മന്ത്രിയെ സ്വാഗതം ചെയ്തു. മലയാളി സമൂഹത്തിലെ നിരവധി സാമൂഹ്യ സംഘടനാ നേതാക്കൾ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അമേരിക്കയിലെ ആദ്യത്തെ സമ്പൂർണ്ണ മുഖം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ബോസ്റ്റണിലെ ബിഗാം ആൻഡ് വുമൻസ് ഹോസ്റ്റലിൽ വെച്ച് വിജയകരമായി നടത്തുകയുണ്ടായി. ദാതാവിൽ നിന്നും ലഭിച്ച മുഖം പ്ലാസ്റ്റിക് സർജൻ ബേഡിന്റെ നേതൃത്വത്തിലുള്ള 30 അംഗ സംഘം 15 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് മാറ്റിവെച്ചത്. 26 വയസ്സുള്ള ഡാലസ് വെയിന്റെ മുഖം ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ലൈനിൽ മുട്ടി പൂർണ്ണമായും കരിഞ്ഞുപോയിരുന്നു. സ്വീകരിച്ച ആളിന്റെ മുഖം ദാതാവിന്റെ മുഖവും ഒരുപോലെ ആയിരിക്കില്ലെന്നും പുതിയ മുഖം സ്വീകരിച്ച ആളിന്റെ മുഖഘടനയനുസരിച്ച് വ്യത്യസ്തമായിരിക്കുമെന്നും ഹോസ്പിറ്റൽ അധികൃതർ അറിയിക്കുകയുണ്ടായി. ഡൂഡിൽ ഫോർ ഗൂഗിൾ എന്ന ചിത്രരചനാ മത്സരത്തിൽ 8 വയസ്സുകാരിയായ ദിയ ചെറിയാൻ രചിച്ച ചിത്രം ഫൈനൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിലെ 10 റീജിയനുകളിൽ നടത്തിയ മത്സരത്തിൽ 1,07,000 പേർ പങ്കെടുക്കുകയുണ്ടായി. 4 കാറ്റഗറികളിലായി 40 കുട്ടികളെയാണ് ഫൈനൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഗൂഗിൾ പ്രേക്ഷകരുടെ വോട്ടുകളും ഒന്നാം സമ്മാനത്തിന് പരിഗണിക്കുന്നതാണ്. ബീറ്റ്സ് ഓഫ് ഡാലസ് എന്ന സംഗീത ട്രൂപ്പിന്റെ ഉദ്ഘാടന കർമ്മം പ്രമുഖ സിനിമാ നടി സുചിത്ര ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ഗാർലൻഡ് സെയിന്റ് തോമസ് സീറോ മലബാർ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബീറ്റ്സ് ഓഫ് ഡാലസിന്റെ ആദ്യ ക്രിസ്തീയ ഗാന സമാഹാരമായ ബ്ലെസ്സിങ്സ് എന്ന CD-യുടെ പ്രകാശന കർമ്മം റവറൻഡ് ഫാദർ ജോജി കണിയാമ്പിടി CD സുചിത്രയ്ക്ക് നൽകി നിർവഹിച്ചു. ജോസി പുല്ലാഡ് സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങൾ സൗമ്യ സനൽ, സ്റ്റെഫനി കൊച്ചുപറമ്പിൽ, മാത്യു ഒഴികയിൽ, സിജു തോമസ്, ജോസി പുല്ലാട് എന്നിവരാണ് ആലപിച്ചിരിക്കുന്നത്. തുടർന്ന് ഗാനമേളയും വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കപ്പെട്ടു. ബീറ്റ്സ് ഓഫ് ഡാലസ് ഡയറക്ടർ സനൽ കൂവപ്പാറ സ്വാഗതവും സണ്ണി കൊച്ചുപറമ്പിൽ നന്ദിയും പറഞ്ഞു. ജോയി ആന്റണി ഈ പരിപാടിയുടെ കോർഡിനേറ്ററായിരുന്നു. അഞ്ജു ബിജിലി MC-യുമായിരുന്നു. ഇനി ഡാളസിൽ സംഗീത സാന്ദ്രമായ ദിനരാത്രങ്ങൾ. ബീറ്റ്സ് ഓഫ് ഡാളസിന്റെ അപൂർവ ചാരുതയാർന്ന സംഗീത ശില്പങ്ങളിലൂടെ നിങ്ങളെ സംഗീതത്തിൽ ആറാടിക്കാൻ ഇനി എക്കാലവും ബീറ്റ്സ് ഓഫ് ഡാലസ്. അത്യാധുനിക സംഗീതത്തിൻ്റെ സമ്മിശ്രണത്തിലൂടെ, സമന്വയത്തിലൂടെ പുത്തൻ സംഗീത ആവിഷ്കാരങ്ങൾ നിങ്ങൾക്കായി മെനയുന്നു ബീറ്റ്സ് ഓഫ് ഡാലസ്. ഡാലസിലെ സംഗീത ഉപാസകരുടെ കലാകേന്ദ്രം ബീറ്റ്സ് ഓഫ് ഡാലസ് കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും നിരവധി സ്റ്റേജുകളിൽ സംഗീത ഉപാസകരുടെ മുക്തകണ്ഠമായ പ്രശംസ നേടി ഇപ്പോൾ അമേരിക്കയിലേക്കും കുടിയേറി പാർത്ത ഒരു പറ്റം പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന്റെ സമന്വയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവേ രാപാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. ചിന്നത്താമരെ ചിരിച്ചിരി ചൂടിൽ ചൂടിയോ, തുള്ളിത്തീരുമായി കനവുകളുള്ളിൽ തുള്ളിയോ. ചൂടിൽ ചൂടിയോ, തുള്ളിത്തീരുമായി കനവുകളുള്ളിൽ തുള്ളിയോ. സൂര്യചന്ദ്രം വാങ്ങിയോ, സ്നേഹചുംബനം നേരിയോ, കുളിരലകളിലാടിയോ ചെല്ലത്താമര. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா
உடல் நனைகின்றது இங்கு சொல்லாத இடம் கூட குளிகின்றது மனம் சூடான இடம் தேடி அலைகின்றது புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் நனைகின்றது இங்கு சொல்லாத இடம் கூட குளிகின்றது மனம் சூடான இடம் தேடி அலைகின்றது நதியே പാവാടയുടുത്തൊരു തൊട്ടാവാടി പെണ്ണേ ഓ മുക്കുറ്റിച്ചാന്തിന്റെ കുറിയും വരച്ചു നീയൊരു നാളരികിൽ വരാമോ ഒരു നാളരികിൽ വരാമോ വറുത്തൊരു കടക്കണ്ണ് മടിച്ചെന്ന് കൊടുക്കിട്ട് വലിക്കല്ലേ മിടിക്ക് പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും ഗുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ ബടബടബടയ്ക്കണു ഹാർട്ട് നീ പിണങ്ങിയാൽ ഉടനെ അറ്റാക്ക് കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്ത് പിടിച്ചിട്ട് കറങ്ങുന്ന വാക്ക് കരിമ്പിന്റെ രസഗുള നീ തന്നെ വാ 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 സുഖത്തിന്റെ സരിഗമ നീ തന്നെ കടുകിട്ട് വറുത്തൊരു കടക്കണ്ണ് മടിച്ചെന്ന് കൊടുക്കിട്ട് വലിക്കല്ലേ മിടിക്ക് പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും ഗുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ
നൂപുര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് അക്കാദമിയുടെ 22ാം വാർഷികം മെയ് 8-ന് ന്യൂയോർക്ക് ക്വീൻസ്ബറോ കമ്മ്യൂണിറ്റി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതിനോടനുബന്ധിച്ച് കുട്ടികളുടെ അരങ്ങേറ്റവും വിവിധ നൃത്ത കലാപരിപാടികളും നടത്തപ്പെട്ടു. And welcome to the 22nd Annual Day celebrations of Nupura Institute of Indian Classical Dances. At the outset, I want to thank all of you for being here with us on this wonderful evening, and on behalf of the Nupura family. Distinct honor and pleasure to welcome Mr. Brian Block. He's actually the chairperson for Community Board 13, which is the largest in the city of New York. To see the traditions of India still continuing here in America. Even though we're all Americans, you still have to maintain your culture and your love of your culture. So I'm just happy to see that still continuing after 22 years, and I'm looking forward to the 25th year. Thank you very much. We have a token of appreciation from Nupura for your gracious presence today. I invite Vivek Kurup to hand over the gift. शंकरात्मज सुराधिप वंद्यपाद दुर्गा महाव्रत भलाखिल मंगलात्मन विघ्नं ममापहर सिद्धि विनायकत्वम्. It is my great pleasure to introduce Senator Tony Avella to this event. It really is a pleasure to be here. This is obviously my first year as your state senator, and this is the first opportunity I've had to see this wonderful dances in action. But I wanted to come here not only to see the students and the dances, but also to honor this organization for 22 years of promoting Indian culture and providing not only your community, but the entire borough of Queens, a glimpse into what the Indian community is all about. And the resolution passed by the State Senate is now a permanent record of the State Senate, and you can actually call it up online to know the history of the organization. And I'm happy to have, to be here to present it, and just to honor this organization. Ram ditam kirdagadam ditam kai tatai 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 ram ditam kirdagadam. കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ ക്വീൻസിലുള്ള ഹിൽസൈഡ് ബാങ്കറ്റ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. പ്രസിഡന്റ് സണ്ണി പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷങ്ങളിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുകയുണ്ടായി. കേരള സമാജത്തിന്റെ സുവനീർ പ്രകാശനവും ഈ അവസരത്തിൽ നടക്കുകയുണ്ടായി. Welcome speech by John Paul, Vice President of Kerala Samajam. കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ ഈ 40ാമത്തെ വർഷത്തിലെ ഇനോഗ്രേഷൻ വിഷു
ഈസ്റ്റർ സെലിബ്രേഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഈ ശുഭ സായങ്കാലത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്ന് ജനോപകാരപ്രദമായ പല പരിപാടികളും നടത്താൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. I'd like to thank everybody for coming for our Easter and Vishnu celebration. Easter is the most important feast for the Christian community, and Vishnu is one of the most important festivals for the Hindu community. I wish everyone a happy Easter and a happy Vishnu. First of all, I would like to convey the greetings of Ambassador Prabhu Dayal, Consul General of India in New York, to all of you on these happy occasions of Easter and Vishnu. We convey our greetings, a very happy Easter. Head of Chancery, Indian Consulate, New York, for his dedicated and extraordinary service given to Malayali communities. आज मेरी सांसों में महक रहा है तेरा कचरा, आज मेरी रातों में लहक रहा है तेरा कचरा, देर से लहरों में कमर संभाले हुए मन का. സാമുദായിക രംഗങ്ങളിൽ പ്രവർത്തിച്ച് തന്റെ കഴിവുകൾ ഏറ്റവും പ്രകടമാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ശങ്കരത്തിലച്ചൻ. ലോങ് ഐലൻഡ് സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിലെ വികാരിയായി സേവനം ബഹുമാനപ്പെട്ട യോഹന്നാൻ ശങ്കരത്തിൽ കോർ എപ്പിസ്കോപ്പെ ഈസ്റ്റർ മെസ്സേജ് നൽകുന്നതിനായി ഏറ്റവും ആദരവോടുകൂടി ഞാൻ കേരള അസോസിയേഷൻ ഓഫ് ഡാലസ് എല്ലാ വർഷവും നടത്തിവരുന്ന കേരള നൈറ്റ് മെയ് 21 കാരൽട്ടൺ സെയിന്റ് ഇഗ്നേഷ്യസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ഡാലസ് ഫോർട്ട് വർത്തിലുള്ള കലാപ്രതിഭകൾക്ക് തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണ് കേരള നൈറ്റിലൂടെ ലഭിക്കുക. പരിപാടികളിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ആർട്സ് ഡയറക്ടർ സ്റ്റാൻലി ജോർജുമായി ബന്ധപ്പെടുക. ഫിലഡൽഫിയയിൽ മോഹൻ വർഗീസ് അക്രമിയുടെ വെടിയേറ്റ് മരിച്ചു. തന്റെ മോട്ടോർ ബൈക്കിന്റെ കീ ചോദിച്ച അക്രമിക്ക് അത് കൊടുക്കാൻ വിസമ്മതിച്ചതിനാണ് മോഹനെ വെടിവെച്ചത്. പെൻ സ്റ്റേറ്റ് അബിൻസ്റ്റൺ കോളേജിൽ അവസാന വർഷ സൈക്കോളജി വിദ്യാർത്ഥിയായിരുന്ന മോഹൻ കഴിഞ്ഞ ആഴ്ച ഗ്രാജുവേറ്റ് ചെയ്യേണ്ടതായിരുന്നു. താൻ പാർട്ട് ടൈം ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് കഴിഞ്ഞ വർഷമാണ് മോഹൻ മോട്ടോർ ബൈക്ക് വാങ്ങിയത്. കമ്മ്യൂണിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.